ഒരു പെർഫെക്റ്റ് ഉള്ളിവടയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പം 4 സവാള കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള കുറച്ച് പൊടികൾ എടുക്കാവേ. അപ്പോൾ 2 സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ മൈദപ്പൊടി. ഇതിപ്പോൾ ഞാൻ 4 സവാളയുടെ കണക്കാണ് കേട്ടോ പറയുന്നത്. ഇനി ആ സമയത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളും 2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ നീരിറങ്ങി വന്നിട്ടുണ്ട്. ഇനി വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് കയ്യിലെടുക്കുക, ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ പുറത്ത് ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കടയും വാങ്ങി കഴിക്കും, പക്ഷേ എനിക്ക് ഉള്ളിവട കഴിക്കാൻ ഇഷ്ടമില്ല. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഉള്ളിവട കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല മൊരിഞ്ഞ്, അകത്തൊന്നും മാവോ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. ഇതെൻ്റെ ചൈൽഡ്ഹുഡ് നൊസ്റ്റുമാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ വിട്ട് വീട്ടിലോട്ട് വന്ന് വിശക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരാറുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കഴിച്ചിട്ടുള്ള അതേ ഉള്ളിവടയുടെ ടേസ്റ്റിലാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുകൂടെ എൻ്റെ ഒരു 10-20 വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്.